ഹായ്, ഞാൻ പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണ നാളുകളിൽ നമ്മളുടെ വീട്ടുമുറ്റത്ത് പൂക്കളം ഇടുന്നതിനു വേണ്ടി ഇവിടെ ചെയ്തു വച്ചിട്ടുള്ള ഈ പൂന്തോട്ടം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വെയിലത്ത് ഈ കുടയും പിടിച്ച് ഇവിടെ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഈ മുറ്റത്തിടുന്ന ആ പൂവ് ഇവിടെ വില അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ തോട്ടത്തിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം നമ്മൾ പല രാജ്യത്ത് നടക്കുന്ന വയനാട് പോലുള്ള വിഷയങ്ങളിൽ ഞാനടക്കമുള്ളവർ ദുഃഖിതരാണ്. പക്ഷേ നമ്മൾ എന്നും അങ്ങനെ ദുഃഖിച്ചിരിക്കാൻ പാടില്ല. ഇനിയുള്ള കാര്യങ്ങൾ, അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ എന്നും ഇപ്പോൾ പലപ്പോഴും വാർത്ത കേൾക്കുമ്പോൾ ആ വാർത്തകളാണ് എന്നും വരുന്നത്. ഈ വാർത്തകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വീട്ടിലായാലും നാട്ടിലായാലും വൻ ദുരന്തം എപ്പോഴും ദുരന്തം തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും കണ്ടിട്ടുള്ളത്, അത് പറഞ്ഞ് മുതലെടുക്കുന്നവരുണ്ട്, അത് പറഞ്ഞ് വെറുതെ മുതലക്കണ്ണീര് ഒഴുക്കുന്നവരുണ്ട്. പക്ഷെ അതിൽ നിന്നും മാറി ഇപ്പോൾ ഞങ്ങളുടെ കോമഡി ചെയ്യുന്ന ആളുകളുണ്ട്. ഞങ്ങൾ പല ദുരന്തങ്ങളുണ്ടെങ്കിലും ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ കോമഡി രാജാവായിരുന്നു, ഒരു കലാഭവൻ സലീമും. ഇതുപോലെ തന്നെ ആബേലച്ചൻ, അദ്ദേഹത്തെ കൊച്ചനിയൻ മരിച്ച സമയത്ത് ആളോട് ആബേലച്ചൻ അങ്ങോട്ട് കലാഭവനിലേക്ക് വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അയാൾ പിന്നീട് കലാഭവനിലേക്ക് എടുത്തില്ല, അയാൾ പോയില്ല. പക്ഷെ എന്താ കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കോമഡിക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവെ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ പല വിഷയങ്ങളിലും പ്രതികരിക്കാൻ നിൽക്കാറില്ല. അപ്പോൾ നമ്മൾ കണ്ടത് പറഞ്ഞ കഞ്ഞിയില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് വല്ല നൂഡിൽസാ ഫ്രൈഡ് റൈസാ അങ്ങനെ എന്തെങ്കിലും മതി. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് വിഷയം ഇതല്ല. പക്ഷേ ഇപ്പോൾ ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ പല വിഷമങ്ങളിൽ നിന്നുകൊണ്ടാണ് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ വളരെ ദുഃഖിതനും ക്ഷീണിതനുമായിരുന്നു. പക്ഷേ അയാളെ മറ്റുള്ളവർ ചിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് വലിയൊരു കാര്യമാണ്. പക്ഷെ അയാളുടെ ഉന എന്നായിരുന്നു അയാളുടെ ഭാര്യയുടെ പേര്. പലപ്പോഴും കരഞ്ഞിരുന്നു എങ്കിലും അത് മറ്റുള്ളവർ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു. അതായത് നമ്മളൊരു വിഷയം വരുമ്പോൾ അതിനെ എതിരെ പറയാനോ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കാം. ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു അവിടെ ചിരിച്ചു നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ റിംഗ് ടോണുകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില വലിയ പാട്ടുകൾ ഒക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അന്തരീക്ഷം തന്നെ അത് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ പല പ്രാർത്ഥന